വാഴ എന്ന ചിത്രത്തിന് ശേഷം ഇനി അടുത്ത ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടി പാലും പഴവും വി.കെ. പ്രകാശ് സംവിധാനം ചെയ്ത് മീര ജാസ്മിൻ അശ്വിൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിർമ്മിച്ച സിനിമ അടിപൊളി സിനിമ എന്ന് പറയാൻ ഒന്നൊന്നൊരു പടമാണ്. ഫാമിലിക്ക് യൂത്തിനും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. പിന്നെ എന്താ പറയുക, ഫുള്ള് ത്രൂ ഔട്ട് കോമഡി പ്ലസ് എന്താ പറയുക കുറേ അടിപൊളി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. എന്തായാലും വാഴയ്ക്ക് ശേഷം ഇന്നും കുറേ റിലീസുകളുണ്ടായിരുന്നു. അതിൽ ഞാൻ കണ്ട സിനിമയാണ് പാലും പഴവും. ഒന്നൊന്നൊരു പടമാണ്. ഒന്നൊന്നൊര പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ കയറി ഒരുപാട് ചിരിക്കാനുള്ള ഒരു സിനിമയാണ്. ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള ഒരു നല്ല തീം അതിൻ്റെ അകത്ത്, നല്ലൊരു മെസ്സേജ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അതിൻ്റെ അകത്ത് അശ്വിൻ്റെയും മീര ജാസ്മിൻ്റെയും പ്രകടനം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതുപോലെ തന്നെ മണിയമ്പിള്ള രാജു, ശാന്തി കൃഷ്ണ, പിന്നെ നമ്മുടെ അശോകൻ, എല്ലാം കൊണ്ടും ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ളൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. നല്ല എന്താ പറയുക, നമുക്ക് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച് ചിരിച്ച് പോകാവുന്നൊരു സിനിമയാണ്. കാരണം നമ്മുടെ ടെൻഷനൊക്കെ മാറും. വലിയ എന്താ പറയുക ടെൻഷനും പ്രഷറും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ഈ സിനിമയിൽ പോയി കാണുക. ഒരുപാട് ചിരിച്ച് ഇറങ്ങി വരാം. കാരണം അതിൻ്റെ എന്താ പറയുക അതിൻ്റെ അകത്തെ പാട്ടുകൾ, അതുപോലെ തന്നെ എന്താ പറയുക DOP ഒക്കെ നല്ല നല്ല രസമാണ്, നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ പറയുവാണെങ്കിൽ അടിപൊളി ഒരു സിനിമയാണ്. വി.കെ. പ്രകാശിൻ്റെ ഒരു തിരിച്ചുവരവ് പോലെയാണ്. പിന്നെ പലരും പറഞ്ഞു മീര ജാസ്മിൻ്റെ തിരിച്ചുവരവാണോ എന്ന്. മീര ജാസ്മിൻ എങ്ങും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അടിപൊളിയായിട്ട് പുള്ളിക്കാരി എങ്ങനെയാണോ എങ്ങനെ ചെയ്തുകൊണ്ടിരുന്നോ അതുപോലെ തന്നെ ചെയ്യുന്നു. പിന്നെ അശ്വിൻ രസമാണ്. രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര പടമാണ്. ചിരിക്കാനുണ്ട്. ഫാമിലിയായിട്ട് പോയി തന്നെ സിനിമ കാണുക. അപ്പം വാഴയ്ക്ക് ശേഷം പാലും പഴവും, അതാണ് അതിൻ്റെ സെറ്റപ്പ്. അടിപൊളി.